അസ്സലാമു അലൈക്കും. ഈദ് മുബാറക് ടു ഓൾ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ആശംസകൾ കേട്ടോ. ഇന്ന് നമുക്ക് ഒരു പൊരിച്ച കോഴിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യണേ. നമ്മുടെ മസാലകളായിട്ടുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ജിഞ്ചർ ഗാർലിക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ചിക്കനെല്ലാം ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ടൈമിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് കുറച്ച് റൈസിൻസും കുറച്ച് കാഷ്യൂവും കുറച്ച് സവാളയും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാവേ. ഈ സവാള ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ഓയിൽ മാത്രം മതിയേ. ഇത് നമുക്ക് ചോറിൻ്റെ ഇതിലോട്ട് പോയാലോ. ചോറിന് വേണ്ടിയിട്ട് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഗീയും നമ്മൾ കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തില്ലേ, ആ ഓയിൽ ഇത്തിരി പോലെ ഇട്ട് കൊടുത്ത് ഓൾ സ്പൈസസും ഇത്തിരി ക്യാരറ്റും സവോളയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും ലെമണും സ്ക്യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഇട്ട് കൊടുക്കാവേ. ഞാൻ ജീരകശാല റൈസായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. മെയിനായിട്ടുള്ള താരം എന്താണെന്നറിയോ, മല്ലിയിലയും പുതിനയിലയും കുറച്ച് ജിഞ്ചർ ഗാർലിക്കും 3-4 പച്ചമുളകോട് ഇട്ട് കൊടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാവേ. എന്നിട്ട് നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിലെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും ഈ നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ലേ, ആ കൂട്ട് ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. എന്നിട്ട് കുറച്ച് സവാള ഇല്ലേ ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ടൊമാറ്റോയുടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെക്കാവേ. ടൊമാറ്റോ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് യോഗട്ടും ആ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുത്ത് ലെമണും ഒന്ന് സ്ക്യൂസ് ചെയ്ത് മസാലകളായിട്ടുള്ള ഗരം മസാല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തില്ല അതുകൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാവേ, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂവും റൈസിൻസും സവോളയും ഇച്ചിരി ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവേ. വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് ഗരം മസാലയും പൈനാപ്പിളും ഇട്ട് കൊടുത്ത് ഒന്ന് ദം ചെയ്യാനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞ് ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേനെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചോറടിയിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ചെയ്യുമല്ലേ?